dear physics boys, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഈസി ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്. സോ ക്വസ്റ്റനിലോട്ട് പോവാം. യെസ്, ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് traveled by a particle executing simple harmonic motion from mean position in 2 seconds, that is t which is equal to 2 seconds is equal to അതായത് position എന്ന് പറയുന്നത് √3/2 times its amplitude. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ a എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊസിഷൻ എങ്ങനെ എഴുതാം? √3/2 into ആംപ്ലിറ്റ്യൂഡ് a എന്ന് എഴുതാൻ പറ്റും. Then question എന്ന് പറയുന്നത് എന്താ? ടൈം പീരീഡ് കണ്ടുപിടിക്കണം, t കണ്ടുപിടിക്കണം. So first of all നമുക്ക് ഇക്വേഷൻ അറിയാലോ, that is x position which is equal to a sin omega t. നമുക്ക് ഇതിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ടൈം പീരീഡ് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, ദാറ്റ് ഇസ് ഒമേഗ which is equal to 2π/t ആണ്. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x which is equal to a sin 2π/t into t. ക്ലിയർ അല്ലേ? ഇത് ടൈം ആണ്, ഇത് ടൈം പീരീഡ് ആണ്. ഇനി നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാലോ, ദാറ്റ് ഇസ് √3/2a which is equal to again a sin 2π/t, sorry time period ന്റെ t ആണ്. Okay, then time നമുക്കറിയാം, that is 2 seconds. Okay അല്ലേ? 2 seconds ആണ്. So into 2. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എയും ക്യാൻസൽ ആയി പോകും. അതുപോലെ 2π/t into 2 എന്ന് പറയുമ്പോൾ ഇത് എന്തായിട്ട് മാറും? യെസ്, ഇത് ഓൾ ടുഗദർ 4π/t ആയിട്ട് മാറും. സോ നമുക്ക് എഴുതാം √3/2 which is equal to sin 4π/t എന്ന് വരും. ക്ലിയർ അല്ലേ? എയും ക്യാൻസൽ ആയി പോയി. പിന്നെ ഇവിടെ ഉള്ളത് √3/2 ആണ്. അതുപോലെ ഇവിടെ ആണെങ്കിൽ sin 4π/t ആണ്. അപ്പൊ √3/2 which is equal to sin 4π/t എന്ന് കിട്ടി. ഇനി നമുക്ക് ടൈം പീരീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈൻ്റെ വാല്യൂ, ഓക്കെ, സൈൻ ഇവിടെ സൈൻ ഈ ഒരു സംഭവം എന്ത് വരുമ്പോഴാണ് √3/2 കിട്ടുന്നത് നമുക്ക് അറിയണം. അതായത് സൈൻ ഒരു വാല്യൂ which is equal to √3/2, ഈ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. ആ വാല്യൂ എത്രയാണ്? π/3 ആണ്. അതായത് സൈൻ π/3 ആണ് √3/2 എന്ന് പറയുന്നത്. സൈൻ π/3 ആണ് √3/2. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനും, ഓക്കെ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമുക്ക് എടുക്കാം. ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ സൈൻ π/3യുടെ ഭാഗത്ത് ആരാ കിടക്കുന്നത്? രണ്ടിന്റെയും √3/2 സെയിം ആണ്. ഇനി സൈൻ്റെ നോക്കുവാണെങ്കിൽ സൈൻ 4π/tയും സൈൻ π/3, ദാറ്റ് മീൻസ് 4π/t which is equal to π/3. ക്ലിയർ ആയല്ലോ? 4π/t which is equal to π/3. പൈയും ക്യാൻസൽ ആയി പോവും. ദെൻ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4/3t എന്ന് വരും. ഓക്കെ, ടിന്റെ വാല്യൂ നമുക്ക് എന്ത് വരും? യെസ്, സോറി, ടിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 4 into 3 which is equal to t വരും. ഓക്കെ, ഇങ്ങോട്ടേക്ക് 3 പോവും, അതുപോലെ തന്നെ ടി ഇങ്ങോട്ടേക്ക് വരും. സോ 4 into 3 which is equal to t, ടൈം പീരീഡ് കിട്ടും, ദാറ്റ് ഇസ് 12. ഓക്കെ, ടൈം പീരീഡ് എന്താണ് വരുന്നത്? 12 ആണ് വരുന്നത്. സോ നമുക്ക് എഴുതാം 12 seconds which is equal to ടൈം പീരീഡ്. വളരെ ഈസിയാണ് ഈ ഒരു റിലേഷൻ നമുക്ക് കാണുന്നത്. സൈൻ π/3 സൈൻ്റെ ഏത് ഫംഗ്ഷൻ വരുമ്പോഴാണെങ്കിൽ ഏത് ആംഗിൾ വരുമ്പോഴാണ് √3/2 വരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.